ശബരിമലയിലെ പ്രധാന പ്രസാദമായ അരവണയുടെ ക്ഷാമത്തിന് പരിഹാരമായി പുതിയ പ്ലാന്റ് നിർമ്മിക്കാൻ പദ്ധതിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം ആരംഭിക്കാനാണ് തീരുമാനം. നിലവിലെ പ്ലാന്റിനോട് ചേർന്ന് അരവണ വിതരണ കൗണ്ടർ പ്രവർത്തിക്കുന്ന ഭാഗത്തായി 1.5 ലക്ഷം ടിൻ നിർമ്മാണശേഷിയുള്ള പുതിയ പ്ലാന്റ് നിർമ്മിക്കുവാനാണ് ദേവസ്വം ബോർഡിന്റെ പദ്ധതി. 3.5 ലക്ഷത്തോളം ടിൻ അരവണ സീസണിൽ വിറ്റുപോകുന്ന ശബരിമലയിൽ നിലവിലെ പ്ലാന്റിന്റെ പ്രതിദിന ഉൽപ്പാദനശേഷി 2.5 ലക്ഷമാണ്. പുതിയ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ പ്രതിദിന ഉൽപ്പാദനം 4 ലക്ഷമായി ഉയർത്താൻ കഴിയും. അടുത്ത മണ്ഡലകാലത്തിന് മുമ്പായി പുതിയ പ്ലാന്റ് യാഥാർത്ഥ്യമാക്കാനാണ് ബോർഡിന്റെ നീക്കം. 40 ലക്ഷത്തോളം ടിൻ നിലവിൽ കരുതൽ ശേഖരമായി ഉണ്ടെങ്കിലും മുൻ വർഷങ്ങളിലടക്കം അനുഭവപ്പെട്ട അരവണക്ഷാമം കൂടി പരിഗണിച്ചാണ് പുതിയ പ്ലാന്റിനായി പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. തന്ത്രിയുടെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. 2,20,30,000 മാത്രമേ നമുക്ക് ക്യാൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കൂ. അവിടെ അതിൻ്റെ കൂടെ ഒരു 1 ലക്ഷം കൂടി അഡീഷണൽ ആയിട്ട് അതിനൊന്ന് ആഡ് ഓൺ ചെയ്യാൻ നമുക്കൊരു നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് അടുത്ത വർഷം നമുക്ക് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. ഇപ്രാവശ്യം എന്തായാലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ 2, 3, 4 ബോയിലറും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ആഡ് ഓൺ മാത്രമാണ്. അത് തന്ത്രിയുടെ കൂടി നമ്മളൊരു പെർമിഷൻ വാങ്ങിയിട്ട് തന്ത്രിയുടെ കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ആഡ് ഓൺ ചെയ്യുന്നു. ഇപ്പോൾ ആഡ് ഓൺ ചെയ്യുന്നതിന് വേറെ പുതിയ പ്ലാന്റോ പുതിയ സംരംഭങ്ങളോ ഒന്നും അല്ല. ആണെങ്കിൽ മാത്രമേ നമുക്ക് മാസ്റ്റർ പ്ലാനിൻ്റെയൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു അനുമതിയുടെ ആവശ്യമുള്ളൂ. ഇത് പക്ഷേ ഞങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ തന്ത്രിയുടെ ഒരു പെർമിഷൻ നമുക്ക് വാങ്ങാം. പുതിയ പ്ലാന്റ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് A അജികുമാർ, സുന്ദരേശൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ K മുരാരി ബാബു എന്നിവരടങ്ങുന്ന സംഘം പുതിയ പ്ലാന്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സന്ദർശിച്ചു. തുടർ നടപടിയുടെ ഭാഗമായി പദ്ധതിക്കായുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.